കേരളത്തിലെ 10ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ലാറിൻ. അപ്പോൾ ലാറിൻ ആദ്യം തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് എല്ലാം വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ എക്സാംസും മോഡൽ എക്സാംസും ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടും ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാത്തിനെയും അത്യാവശ്യം ടോപ്പിക്സൊക്കെ ഡിവൈഡ് ചെയ്ത് വലിയ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ ചെറിയ ചാപ്റ്റേഴ്സും കമ്പൈൻ ചെയ്ത് അങ്ങനെ നമുക്ക് എപ്പോഴും പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ 10ാം റാങ്കാണേലും 11ാം റാങ്കാണേലും 1ാം റാങ്കാണേലും ഒരുപോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എല്ലാവരും മിടുക്കർ തന്നെയാണ്. അവിടെ 1-2 മാർക്കിൻ്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രില്യൻറ്റ്. ലാറിൻ മുഹമ്മദ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ 10ാം റാങ്ക് നേടി കേരളത്തിലെ ടോപ്പർമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ സ്വദേശിനി ലാറിൻ മുഹമ്മദ്. നീറ്റ് 2026-ൽ 675 മാർക്കോടെ ഓൾ ഇന്ത്യ 386ാം റാങ്കും ലാറിൻ സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഈ മികച്ച നേട്ടവും കൈവരിച്ചിരിക്കുന്നത്. GST വകുപ്പ് ജീവനക്കാരനായ മുഹമ്മദ് എമ്മിൻ്റെയും സ്റ്റാഫ് നഴ്സായ ഖദീജയുടെയും മകളാണ് ലാറിൻ. മാന്നാനം സ്കൂളിലെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് ലാറിൻ എൻട്രൻസ് പരിശീലനം നേടിയത്. നീറ്റ് എക്സാമിലെ വിജയത്തെ ആദരിച്ചുകൊണ്ട് ബ്രില്യൻറ്റ് മെഡിക്കൽ വിക്ടറി ഡേയിൽ ബ്രില്യൻറ്റിൻ്റെ 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും ലാറിനെ സമ്മാനിച്ചത് ഏറെ ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. തുടർന്ന് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ 10ാം സ്ഥാനവും കരസ്ഥമാക്കിയ ലാറിനെ അഭിനന്ദിക്കാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ ശ്രീ സന്തോഷ് കുമാർ സാറും കോർഡിനേറ്റർമാരും ലാറിൻ്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. അപ്പോൾ 2026-ലെ നീറ്റ് എക്സാമിൽ നമുക്കറിയാം ഓൾ ഇന്ത്യ 386ാം റാങ്കോടെ 675 മാർക്കോടെ വലിയ വിജയം നേടിയ ലാറിൻ മുഹമ്മദിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നീറ്റ് വിജയത്തിൻ്റെ ഒരു ആഘോഷം മാത്രമായിട്ടല്ല, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ കേരളത്തിലെ ആദ്യ 10ൽ ഇടം നേടിയിരിക്കുകയാണ്. അതായത് കേരളത്തിലെ 10ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ലാറിൻ. അപ്പോൾ ലാറിൻ ആദ്യം തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ ഒരു റിസൾട്ട് അറിഞ്ഞത്? ഇന്നലെ രാത്രി 9:30. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയി റിസൾട്ട് വന്ന. ആ 10-20 മിനിറ്റ് തന്നെ നമ്മളത് അറിഞ്ഞു. ഓക്കെ, എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? നല്ല സന്തോഷമായി. ഓക്കെ, അത് ആരോടാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്തത്? ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാ അറിഞ്ഞ? ലൈക്ക് ഫോണിൽ മെസ്സേജ് വന്നോ, വിളിച്ചോ? എന്താ? അല്ല, ഞങ്ങളുടെ കോർഡിനേറ്റർ ബിജു സാറ് വിളിച്ചായിരുന്നു. അപ്പം നോക്കി. അപ്പോൾ നോക്കി. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നോക്കി അതോ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയോ? കഴിച്ചുകൊണ്ടിരിക്കുന്ന എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്താണെന്നുള്ളതല്ലേ? യെസ്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് റിസൾട്ട് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ അല്ലേ? അപ്പോൾ എല്ലാവരുടെയും ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ബ്രില്യൻറ്റിലെ റാങ്ക് അനുസരിച്ചൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു റാങ്ക് തന്നെയായിരുന്നു. ഓക്കെ, എല്ലാവരും അപ്പോൾ ടോപ്പ് 10 എക്സ്പെക്ട് ചെയ്ത് തന്നെ നിൽക്കുമായിരുന്നു. എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് 2-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നേടിയത് അല്ലേ? ദാറ്റ് മീൻസ് +1+2-നൊപ്പം തന്നെ. അപ്പോൾ സ്കൂള് മാന്നാനം സ്കൂളായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ലൈക്ക് ആ ഒരു 2-year എൻട്രൻസ് കോച്ചിങ് വിത്ത് സ്കൂൾ? എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി പഠിക്കാനൊക്കെ പറ്റും. ലൈക്ക് ഒട്ടും പ്രഷർ തോന്നില്ല. 2 year ഉള്ള കാരണം നമ്മളിങ്ങനെ ഒരു പേസിൽ ഇങ്ങനെ പോവുക. ഇങ്ങനെ തുടങ്ങുന്നു, നമ്മൾ പഠിക്കുന്നു അങ്ങനെ കുറേ ടൈമുള്ള പോലെ തോന്നും 2 year ആണെങ്കിൽ. ഓക്കെ, പല എന്താ പറയുക ഒരു മിസ്കൺസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എൻട്രൻസും +2 പഠനവും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇത് രണ്ടും ലൈക്ക് സെപ്പറേറ്റ് അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ ശരിക്കും അങ്ങനെയാണോ? എന്താണ് എല്ലാവരുടെ ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. സ്കൂൾ കുറച്ചുകൂടി സിമ്പിളായ പോലെ തോന്നുന്ന കാരണം ഇതിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കാരണം സ്കൂളിൽ നമുക്ക് ഒരു പ്രശ്നം തോന്നാറില്ല. ഒരു എക്സ്ട്രാ ബേർഡൻ അല്ല, എക്സ്ട്രാ ഈസി ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നീറ്റിലും ഈ ഒരു വിജയം, കാരണം നീറ്റിൻ്റെ ആ ഒരു തുടർക്കഥയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിലൂടെ നേടിയെടുത്തത്? ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് എല്ലാം വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ എക്സാംസും മോഡൽ എക്സാംസും ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടും ലൈക്ക് ഭയങ്കര അടിപൊളിയാണ്.
ഓക്കെ, അപ്പോൾ എക്സാംസിൻ്റെ കാര്യമാണ് ലെറിൻ പറഞ്ഞത്. അത് എന്താ പറയുക, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്. കാരണം പല ലെവലുകളിലുള്ള എക്സാംസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഇവർ തുടങ്ങുമ്പോൾ തന്നെ യൂണിറ്റ് വൈസ് തുടങ്ങും, പിന്നെ ലൈക്ക് കമ്പൈൻഡ് യൂണിറ്റ്സ്, പിന്നെ ഓൾ യൂണിറ്റ്സ്, അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാത്തിനെയും അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് വലിയ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ ചെറിയ ചാപ്റ്റേഴ്സും കമ്പൈൻ ചെയ്ത് അങ്ങനെ നമുക്ക് എപ്പോഴും പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് എക്സാമിൻ്റെ രീതി തന്നെ നടത്തിയത് കാരണം നീറ്റ് എഴുതിയപ്പോൾ ഒരു പുതുമയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു എക്സാം ആണെന്നുള്ള ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ എക്സാം എഴുതുന്ന രീതിയോടൊന്നും ഒട്ടും അതുപോലെ ഫെമിലിയർ ആയിരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് കാണുമല്ലോ. ഓക്കെ, 2025 നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏറ്റവും ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞൊരു എക്സാം ആയിരുന്നു. ആ ഒരു പേപ്പറൊക്കെ ചെയ്തപ്പോൾ എന്താ തോന്നി? ആ ഒരു പേപ്പർ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ലാസ്റ്റ് ആയപ്പോഴേ ചെയ്തത്. അപ്പം എനിക്ക് മിക്ക ക്വസ്റ്റ്യൻസും ഓൾറെഡി നമ്മൾ ലൈക്ക് ആ ഒരു പാറ്റേണൊക്കെ ഓൾറെഡി നീറ്റ് അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി ലൈക്ക് ലാസ്റ്റ് ഇയർ അവർ പറഞ്ഞത്ര ഇതായിട്ട് തോന്നിയില്ല, ബട്ട് നല്ല ടഫായിരുന്നു. അപ്പോൾ 2025 എക്സാമിനേക്കാളും ടഫർ എക്സാംസ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാം ചെയ്തപ്പോൾ ലൈക്ക് പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ഭയങ്കര ഇച്ചിരി കട്ടിയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു പേപ്പർ കൈ കിട്ടിയപ്പോൾ ആദ്യമേ തോന്നിയത്? ലൈക്ക് ചിലർക്കതൊരു ഫിയർ ആകാം, ചിലർക്കതൊരു എക്സൈറ്റ്മെൻ്റ് ആകാം. എന്തായിരുന്നു ലെറിന് തോന്നിയത്? എനിക്ക് ലൈക്ക് എക്സാം ടഫാണെന്നൊന്നും ചിന്തിക്കേണ്ടായില്ല. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിക്ക് അതും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അങ്ങ് ചെയ്തു പോയി. ഓക്കെ, ഫൈൻ. അപ്പോൾ ലെറിൻ വലിയ വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ലെറിൻ്റെ വീട്ടിലാണുള്ളത്. ലെറിൻ മാത്രമല്ല, ലെറിൻ്റെ ഫാമിലിയും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അവരോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് ബ്രില്യൻറ്റിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് സന്തോഷ് സാറ് നമ്മളോടൊപ്പം ഉണ്ട്. ലെറിനെ അനുമോദിക്കാൻ വേണ്ടി സാർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ സാർ 2 വാക്ക് ലെറിനെ കുറിച്ച്. 2026 10ാം റാങ്ക് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണ്. 10ാം റാങ്ക് ആണെങ്കിലും 11ാം റാങ്ക് ആണെങ്കിലും 1ാം റാങ്ക് ആണെങ്കിലും ഒരുപോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എല്ലാവരും മിടുക്കർ തന്നെയാണ്. അവിടെ 1-2 മാർക്കിൻ്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ലാറിൻ്റെ വിജയവും ഞാൻ ഏറ്റവും നല്ലപോലെ തന്നെ ആഘോഷിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഏതായാലും ലാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അതുപോലെ ലാറിൻ്റെ ഫാമിലി എന്ന് പറയും, ഫാദർ മദർ ജോലിക്ക് പോയിരിക്കുക അല്ലേ, ഗ്രാൻഡ് മദറുണ്ട്, ചേച്ചി ഇത്തയുണ്ട്. ഇത്ത അവിടെ പഠിച്ചിരുന്നതാണ്. ഇപ്പം കോതമംഗലത്ത് എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കും. സെക്കൻഡ് ഇയറാണ്. ഏതാ? ഫൈനൽ ഇയറാണ്. ട്രേഡ് ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ്. ഇത് സഹോദരങ്ങൾ. ഇവന് 9ാം ക്ലാസ്സിൽ നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ട്. 7ാം ക്ലാസ്സുകാരനുണ്ട്. ഫൗണ്ടേഷനിൽ ചേർന്നോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ജനറേഷൻ മൊത്തം ഉണ്ട്. ഓക്കെ, അതിന് സാറിനാണ് നന്ദി പറയേണ്ടത്. സാറിങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിലേറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്കൂളിൽ തൊട്ട് തുടങ്ങുന്നത്. അപ്പം അതിൽ ലാറിനും നമുക്ക് കഴിഞ്ഞ വർഷം സ്കൂളിൽ നമ്മുടെ 10ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ വന്നിരുന്നതാണ്. അപ്പം ഏതായാലും ലാറിൻ്റെ വിജയം നമ്മളുടെ മാത്രമല്ല എല്ലാവരുടെയും വിജയമാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മളുടെ ഫാമിലി, ബ്രില്യൻറ്റ് ഫാമിലിയിലേക്ക് ഇവർ നേരത്തെ ജോയിൻ ചെയ്തതാണ്, എന്നാലും അത് കുറച്ചും കൂടി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ലാറിൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കോർക്കും ഇപ്പം 10ാം റാങ്ക് കിട്ടിയ ഇല്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. ഇനിയുള്ള ജീവിതത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ലാറിൻ. അപ്പോൾ ഇനി നമുക്ക് ലാറിൻ്റെ ഫാദർ മുഹമ്മദ് സാറുണ്ട്. അദ്ദേഹം സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സാർ, നീറ്റിലെ ഒരു വലിയൊരു ആഘോഷം നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഈ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അവിടെയും ആദ്യ 10, അതായത് കേരളത്തിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികളിൽ ആദ്യ 10-ലെത്തിയിരിക്കുകയാണ് ലാറിൻ. എന്താണ് നിമിഷം പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ റിസൾട്ട് വന്നുവെന്ന് ബിജു സാറാണ് വിളിച്ചു പറയുന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ തന്നെ റിസൾട്ട് നോക്കുകയും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുകയും അതിനെല്ലാം ഈ വിജയത്തിനെല്ലാം അനുഗ്രഹമായിട്ട് നിന്ന ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടാണ് ഈ ത്രൂ ഔട്ട് ഈ വിജയത്തിന് കാരണമായത്. അതിൽ ബ്രില്യൻറ്റിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ KE സ്കൂൾ മാന്നാനത്താണ് ഇവർ പഠിച്ചത്. KE സ്കൂളിനോടും കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിലെടുത്ത് പറഞ്ഞൊരു പോയിൻ്റ് ഇപ്പോൾ സന്തോഷ് സാറ് പറഞ്ഞാണെങ്കിലും ചേച്ചി ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ലാറിൻ ഇത്ര വലിയ റാങ്ക് കിട്ടിയിരിക്കുന്നു. അടുത്തയാൾ ഫൗണ്ടേഷനിൽ ചേർന്നിരിക്കുന്നു. അടുത്തയാൾ വേണോ വേണ്ടിയോ എന്നിങ്ങനെ ഒരു ഡൗട്ട് അടിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് അപ്പോൾ ആ ഒരു ബ്രില്യൻറ്റിനോടുള്ള ഒരു ട്രസ്റ്റ്, അതെങ്ങനെയാണ്?
ബ്രില്യൻറ്റിനോട് ട്രസ്റ്റ് നേരത്തെ മുതൽ ഇങ്ങനെ ബ്രില്യൻറ്റിന് ഒരു സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ട് ബ്രില്യൻറ്റിൻ്റെ റിസൾട്ടുകൾ നമ്മൾ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രില്യൻറ്റ്. പിന്നെ അതിൻ്റെ ഫീഡ്ബാക്കുകളോ അത് ഇതെല്ലാം നോക്കുമ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ഇത് കാണുകയും പിന്നെ അവിടുന്ന് റിസൾട്ടുകളാണല്ലോ അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതും കണ്ടുകൊണ്ട് ആണ് മൂത്തയാളെ അവിടെ റിപ്പീറ്റിന് വിട്ടത്. മൂത്തയാൾ റിപ്പീറ്റിന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇത് കോച്ചിങ് സ്കൂൾ ലെവലിൽ തൊട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നി. ഒരു ആ രീതിക്ക് മകളെ പിന്നെ 10ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ കോഴ്സിന് വിട്ടിരുന്നു. പിന്നെ അതിൻ്റെ ബ്രില്യൻ്റ് നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി ഇത് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ കെ സ്കൂളിൽ ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ പഠിച്ചു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അവൻ 2 വർഷമായിട്ട് ബ്രില്യൻറ്റിൻ്റെ തൊടുപുഴ വാഴക്കുളം സെൻറ്ററിൽ ഫൗണ്ടേഷൻ കോഴ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ലാറിൻ ചെറുപ്പം മുതൽ എങ്ങനെയായിരുന്നു? സ്റ്റഡീസ് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിനിയായിരുന്നോ അതോ +2 +1 +2ലേക്ക് കയറിയപ്പോഴാണോ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പഠനമൊക്കെ തുറന്നത്? എങ്ങനെയായിരുന്നു? ഇല്ല, സ്കൂൾ ലെവലിൽ എബോവ് ആവറേജ് ആയിരുന്നു സ്കൂൾ ലെവൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം. പിന്നെ ഈ നീറ്റിലേക്ക് വന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷന് മുതലാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നീറ്റിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു സ്കൂളുകളിൽ ഒരു എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരാളാണ് അത്ര എഫേർട്ട് ഇട്ട് ഈ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നത്. സോ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എക്സ്ട്രാ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. സ്റ്റുഡിയസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രയത്നം തന്നെയാണ് ഏറ്റവും വലിയ. അപ്പോൾ ലാറിൻ്റെ ചേച്ചിയുടെ പേരെന്താണ്? ഹനി. ഓക്കെ. അപ്പോൾ ബ്രില്യൻറ്റിൽ ഏത് വർഷമായിരുന്നു റിപ്പീറ്റ് ചെയ്തത്? 22-23 ഇപ്പോൾ മാരത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് അനുഭവമൊക്കെ? നല്ല അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി കുട്ടികൾ നേരത്തെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ബാക്കിലാവി പോവാതിരിക്കാൻ നമ്മൾ ഒത്തിരി നേരത്തെ തന്നെ തുടങ്ങണം. പിന്നെ ഞാൻ കുറച്ച് അവിടെ പഠിച്ച മിസ്റ്റേക്സ് മാത്രമേ ലാരിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവിടെ ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളും ചെയ്യാൻ പണ്ട് തൊട്ടേ ചെയ്യേണ്ടിയിരുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതാണ് നേരത്തെ തുടങ്ങാൻ തന്നെ കാരണം. അപ്പോൾ ആ ഒരു അഡ്വൈസ് എല്ലാം ലാറിൻ ശിരസാ വഹിച്ചിരിക്കുന്നു. എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് എന്നോണം നല്ലൊരു വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ആ ഒരു വിജയത്തിൽ ചേച്ചിക്ക് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. ലാരിൻ വളരെ കൺസിസ്റ്റൻ്റ് ആയി പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് താഴെ പോവുക അല്ലെങ്കിൽ ഗ്രാഫ് കുറയുമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ പറയും അത് കുഴപ്പമില്ല, എപ്പോഴും എന്താ പറയുക, നമ്മൾ പരിശ്രമിക്കുക, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. എപ്പോഴും വിളിക്കുമ്പോൾ സംസാരിക്കുമായിരുന്നു. കാരണം എനിക്ക് പറയാൻ കഥകളുണ്ടാവുമായിരുന്നു, അതിന് പറയാൻ കഥകളുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് നല്ല കാര്യം, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, ഹാപ്പിയാണ്. ഈ ഹനീൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് കാര്യം പറഞ്ഞു കൊടുത്തു എന്ന്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുകയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അത് ഏറ്റവും വലിയൊരു ഉപദേശമാണ്. അപ്പോൾ ലാറിൻ നീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കീ മെഡിക്കലും ഒന്നും എല്ലാത്തിലും നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ അർഹിച്ച ഒരു വിജയം തന്നെ നേടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇനി സാർ പറഞ്ഞ പോലെ ഒരു പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. റാങ്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആകുന്നില്ല. ഇനിയാണ് ശരിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് തന്നെ ലാറിന് MBBS പഠിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.